എസ് ജയസൂര്യൻ, നിങ്ങളാണ് ഭരിക്കുന്നതെങ്കിലും BJP ഒറ്റയ്ക്കല്ലല്ലോ ഭരിക്കുന്നത്. ഇപ്പോഴാണ് NDA സർക്കാർ എന്ന് ആവർത്തിച്ച് മോദി പറയാൻ തുടങ്ങിയത്. മോദി ഗ്യാരണ്ടി എന്ന് മാത്രം പറഞ്ഞതുകൊണ്ട് മോദിക്ക് അങ്ങനെ ജയിക്കാനും ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കും പിഴവുകൾ പറ്റി, നിങ്ങളുടെ പിഴവുകൾ ഇന്നതാണ് എന്ന് നിങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പരസ്യമായിട്ട്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ചർച്ച നടക്കുമ്പോൾ തന്നെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ ശ്രീ പ്രകാശം മാഷ് പറഞ്ഞല്ലോ, പ്രകാശം മാഷ് ഒരു വശത്തും ബാക്കി എല്ലാവരും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും എതിരായിട്ട് ഞങ്ങളിത് എത്ര പതിറ്റാണ്ടുകളായിട്ട് കേരളത്തിൽ സഹിക്കുക. കേരളത്തിലെ ചാനൽ ചർച്ചകൾ എന്ന് പറഞ്ഞാൽ BJP ഒരു വശത്തും ആങ്കർ അടക്കം ഒരു 4-5 പേര് മറുവശത്തും. ഇതായിരുന്നല്ലോ പാറ്റേൺ. ഇപ്പൊ ചരിത്രത്തിൽ ആദ്യമായിട്ടല്ലേ CPM ഒരു വശത്തും ബാക്കിയുള്ളവർ മറുവശത്തും എന്ന അവസ്ഥ വന്നത്. ഈ അവസ്ഥ കൊണ്ടുവന്നതാരാ? ഈ അവസ്ഥ കൊണ്ടുവന്നത് ഇവിടെ CPM തന്നെയല്ലേ. അപ്പോൾ അങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങളെ അംഗീകരിക്കാതെ എല്ലാം CPM-നെതിരാണ് എന്നുള്ള വ്യാഖ്യാനം ശരിയല്ല. BJP-യെ സംബന്ധിച്ചിടത്തോളം BJP-ക്ക് ഏത് സംസ്ഥാനത്താണെങ്കിലും ഏത് പ്രദേശത്ത് ഏത് വിഷയത്തിലാണെങ്കിലും എന്തൊക്കെ തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിലും ആ തെറ്റുകളെ പരിഹരിച്ചത് കൊണ്ടാണല്ലോ കേവലം 2 സീറ്റ് ഉണ്ടായിരുന്ന BJP ഇന്നിപ്പോൾ തുടർച്ചയായിട്ട് 10 വർഷവും കഴിഞ്ഞ് 15ാം വർഷത്തിലേക്ക് ഭരണം കടന്നു പോകുന്നത്. ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ ഭരിക്കുകയും പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇരിക്കുന്നത്, ഏറ്റവും കൂടുതൽ MLA-മാരുള്ള പാർട്ടിയായി, MP-മാരുള്ള മന്ത്രിമാരുള്ള പാർട്ടിയായത്, ഏറ്റവും കൂടുതൽ പട്ടികജാതിക്കാർ, പട്ടികവർഗ്ഗക്കാർ, OBC-ക്കാരും BJP-യിലെ MP-മാരും MLA-മാരും മന്ത്രിമാരുമായത്. അപ്പോൾ ആ തിരുത്തലുകളെ സ്വീകരിക്കാനും തിരുത്തലുകൾ അംഗീകരിക്കാനും തിരുത്തി മുന്നോട്ട് പോകാനും സാധിക്കുന്നു എന്നുള്ളതാണ് BJP-യുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതാണ് BJP-യുടെ വളർച്ചയുടെ കാരണവും. ഇടതുപക്ഷത്ത് ഇന്ന് കേരളീയൻ വോട്ട് ചെയ്യുന്നെങ്കിൽ ദേശാഭിമാനിക്ക് വരിസംഖ്യ കൊടുക്കുന്നത് പോലെ തന്നെയാണ് മനസ്സില്ലാ മനസ്സോടെ പേടിച്ചിട്ടാണ് CPM-ന് വോട്ട് ചെയ്യുന്നത്. അപ്പോൾ ദേശാഭിമാനിക്ക് വരിസംഖ്യ കൊടുക്കുന്നവരെല്ലാം ദേശാഭിമാനി വായിക്കുന്നുണ്ടോ? പേടിച്ചിട്ടല്ലേ വരിസംഖ്യ കൊടുക്കുന്നത് എന്ന് പറയുന്ന പോലെ CPM-ന് വോട്ട് ചെയ്തില്ലെങ്കിൽ തൊഴിലുറപ്പ് പണി കിട്ടില്ല, പേടിപ്പിക്കുകയാണ്. CPM-ന് വോട്ട് ചെയ്തില്ല എങ്കിൽ ട്രാൻസ്ഫർ അടിച്ചു കളയും, പ്രൊമോഷൻ കിട്ടുകയില്ല, പെൻഷൻ കിട്ടുകയില്ല, പേടിപ്പിക്കുകയാണ്. ആ പേടിയിൽ നിന്നുള്ള ജനാധിപത്യമാണ് ഇന്ന് CPM നയിക്കുന്നത്. ഇത് ജനാധിപത്യമല്ല. അവിടെ തിരിച്ചടിക്കാൻ അവസരം കിട്ടുന്നിടത്തൊക്കെ ജനങ്ങൾ തിരിച്ചടിക്കും. അതാണ് ഇപ്പോൾ പാർലമെന്റിൽ കണ്ടത്. ഇതുപോലെ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ, അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും അതിശക്തമായ തിരിച്ചടി ഉണ്ടാകും. അത് മറുവശത്ത് കോൺഗ്രസോ അല്ലെങ്കിൽ UDF-ഓ മാത്രമല്ല അതിന്റെ ഗുണമനുഭവിക്കാൻ പോകുന്നത്. ഇവിടെ സുരേഷ് ഗോപിക്ക് ജയിക്കാൻ കഴിഞ്ഞുവെങ്കിൽ ഇടതുപക്ഷത്തിന്റെയും വോട്ട് കിട്ടിയിട്ടുണ്ട്. വടക്കൻ കേരളങ്ങളിൽ നോക്കൂ, വടക്കൻ കേരളത്തിലെ CPM കോട്ടകളിൽ CPM-ന്റെ ലക്ഷക്കണക്കിന് വോട്ടുകൾ ഒഴുകിപ്പോയത് എങ്ങോട്ടാണ്? അത് BJP-യിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കി തിരുത്താൻ തയ്യാറാണെങ്കിൽ പാർട്ടി അവശേഷിക്കും. ഇല്ലെങ്കിൽ ത്രിപുര പോലെ ആയിരിക്കും കേരളം വരാൻ പോകുന്നത്, പശ്ചിമ ബംഗാൾ പോലെ ആയിരിക്കും കേരളം വരാൻ പോകുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച 56 രാജ്യങ്ങളിൽ 51 രാജ്യങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എങ്ങനെയാണോ തകർന്നത്. Debate with Smriti Parthikad.